ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് അരുവിത്രപ്പള്ളിയോടനുബന്ധിച്ചുള്ള വെള്ളിച്ചൻ മലയിലേക്കാണ്. വെള്ളിച്ചൻ മലയുടെ ഉത്ഭവത്തിനു പിന്നിൽ ധാരാളം പേരുടെ കഠിനാധ്വാനമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ യാത്ര വെള്ളിച്ചൻ മലയിലേക്ക്. ഇത് നമ്മൾ അരുവിത്രപ്പള്ളിയിൽ നിന്ന് വെള്ളിച്ചൻ മലയിലോട്ട് പോവാണല്ലോ. ആ വഴി ഏതാണെന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് ഈ അരുവിത്രപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇത് ഈ ഫ്രണ്ടിലേക്ക് കിടക്കുന്ന അമ്പാർനിരപ്പ് വഴി ഭരണങ്ങാനത്തേക്ക് കിടക്കുന്ന റോഡാണിത്. അത് ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വെള്ളിച്ചൻ മലയുടെ അടിവാരത്ത് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇവിടെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് നമ്മുടെ അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂള്, പ്രൊവിൻഷ്യൽ ഹൗസ്, ഇതെല്ലാം കൂടെ ചേർന്ന സ്ഥലമാണ് ഇങ്ങോട്ട് കാണുക. ഇത് വലതുവശത്ത് കാണുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇതിന്റെ പുറകുവശത്തായിട്ടാണ് നമ്മുടെ ഓർഫണേജ്, ഒരു ആനന്ദ ഭവൻ ഓർഫണേജ്, FCC കോൺവെന്റ് നടത്തുന്ന ഓർഫണേജ് ആണ് അവിടെയുള്ളത്. ഇതിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഇനി നമുക്ക് അടിവാരത്തേക്ക് എത്തുവാനായിട്ട്. ഈ കിണർ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഇത് വെറും കിണറാണ്. ഇത് യാക്കോബിന്റെ കിണറെന്ന് പറയും. ഇത് സമരിയാക്കാരി സ്ത്രീയും ഈശോയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു പുനരാവിഷ്കാരമാണിത്. യാക്കോബിന്റെ കിണർന്ന് പേര് കൊടുത്തേക്കാം. അതിനൊരു നല്ല കല്ല് കൊണ്ടിട്ടിട്ട് ഈശോ അവിടെ ഇരുത്തി. ഈശോ ഇരുന്നപ്പോ സമരിയാക്കാരി സ്ത്രീ വേണം. ഞാനീ ഇൻകൂട്ടിന്റെ അകത്ത് പിന്നെ കമ്പ്യൂട്ടറിന്റെ അകത്തൊക്കെ എന്നെ പിള്ളേര് പടം കാണിച്ചു. അപ്പൊ ഇവിളിച്ചിരി സുന്ദരിയാണ് നമ്മുടെ യാക്കോബ് അവിടുത്തെ സമറായ സ്ത്രീ. അവളെ അവിടെ വെച്ച് അതിനുമാത്രം ഷൈൻ ചെയ്യിക്കുന്നത് ശരിയല്ല. അവിടെ ഞാൻ അവിടെ രൂപം വെച്ചില്ല. ഈശോ അവിടെ ഇരിക്കുന്നു. ഈശോ ഇരുന്ന് ആയിട്ട് അതിന്റെ മുകളിൽ അടുത്തൊരു കല്ലൽ എഴുതി വെച്ചു. മിന്നലൊരു സീറ്റ് ഇട്ട് ഈശോയുടെ മുമ്പില്. എന്നിട്ട് എഴുതി വെച്ചു, പ്രിയപ്പെട്ട തീർത്ഥാടക സുഹൃത്തെ, നിങ്ങൾ ആ കല്ലിലിരുന്നാലും. എന്നിട്ട് ഈശോയുടെ മുഖത്തോട്ട് നോക്കൂ. ഈശോ പറയും, നീ ആരാണെന്ന്. നീയാണ് സമറായ സ്ത്രീ, നീയാണ് സമറായ പുരുഷൻ. ഈ കുരിശിന്റെ വഴിക്ക് മുമ്പായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടകർ പ്രാർത്ഥിച്ചു കയറിപ്പോന്നു. അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? സമരിയാക്കാരി സ്ത്രീ സ്വയം തിരിച്ചറിഞ്ഞതുപോലെ ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകരും താൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കി പ്രാർത്ഥിച്ച് കയറാനുള്ള ഒരു വഴി ഒരുക്കുന്നതാണ് ഈ കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളടങ്ങുന്ന വെള്ളിച്ചൻ മലയുടെ ആരംഭസ്ഥാനമാണിത്. ഇവിടെ ധാരാളം തീർത്ഥാടകർ ഒന്നിച്ചുകൂടാറുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയാണ് തീർത്ഥാടകർ ഇവിടെ കൂടുതലായി എത്താറുള്ളത്. നമ്മുടെ ഈ കവാടത്തിന് 3 സെയിൻസ് ഗേറ്റ് എന്ന് പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? കുരിശിന്റെ വഴിയിലെ 2ാമത്തെ കവാടമാണ് ഈ 3 സെയിൻസ് ഗേറ്റ്. നമുക്കറിയാം, കേരളത്തിലെ ആദ്യ വിശുദ്ധര് വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറേച്ചൻ, വിശുദ്ധ എവിപ്രാസ്യാമ്മ, ഈ 3 പേരെയും പ്രത്യേകമായിട്ട് ഓർക്കാനും അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഈ ഗേറ്റിന് 3 വിശുദ്ധരുടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളങ്ങ് മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി 7ാം സ്ഥലത്തോട്ടല്ലേ? 7ാം സ്ഥലത്തേക്ക് നീങ്ങുന്നു. ഈ വഴി മുഴുവൻ കരിങ്കൽ പാതകൾ, മനോഹരമായിരിക്കുന്ന കല്ലുകളാൽ നിർമ്മിതമാണ് ഈ പാതകൾ. ഇത് വെള്ളിച്ചൻ മലയുടെ ഒരു പ്രത്യേകതയാണ്. മലയുടെ ഭൂരിഭാഗ സ്ഥലങ്ങളും കല്ല് പതിച്ചതായതുകൊണ്ട് വേനൽക്കാലത്ത് പൊടിയുണ്ടാകിയല്ല, വർഷകാലത്ത് ചെളിയുണ്ടാകിയല്ല, തീർത്ഥാടകന്റെ കാലുകൾ വഴുതിപ്പോകിയല്ല. അതുപോലെ ഈ നല്ല പരിവരുത്ത കല്ലുകളായിട്ട് പായല് പിടിക്കില്ല. അങ്ങനെ തീർത്ഥാടകർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സൗഹൃദ തീർത്ഥാടന മലയാക്കി മാറ്റാൻ ഒത്തിരി സഹായിച്ചു ഈ കല്ല് പതിപ്പിക്കൽ.
അച്ഛ, ഈ മരങ്ങളുടെ നടുക്ക് നമ്മളൊരു കുരിശ് കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? വെല്ലിച്ചമലയുടെ ആരംഭം ഈ കുരിശോടുകൂടിയാണ് എന്ന് നമുക്ക് പറയാം. കാരണം 2011 മാർച്ച് മാസം 4-ാം തീയതി അന്നത്തെ ഇവിടുത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് ഓലിക്കൽ അച്ഛനും ഇടവക സമൂഹം ഒന്നാകെ ഒറ്റ തടിയിൽ തീർത്ത ഈ കുരിശ് മലയടിവാരത്തു നിന്നും ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു. അത് അഭിവന്യ കള്ളറങ്ങാട്ട് പിതാവ് വെഞ്ചരിച്ച് ഇവിടെ നാട്ടുവാനായിട്ട് നേതൃത്വം കൊടുത്തു. അതോടുകൂടിയാണ് വെല്ലിച്ചൻമലയുടെ വളർച്ച ആരംഭിക്കുന്നത്. ഈ കുരിശിന്റെ പ്രത്യേകത ഒറ്റത്തടിയിൽ, തേക്കും തടിയിൽ തീർത്ത കുരിശാണ്. ഈ ചുറ്റും നിൽക്കുന്ന മരങ്ങളൊക്കെ ഏതാണ്? നമ്മുടെ ഭാരതീയ സങ്കല്പവുമായി ബന്ധപ്പെട്ട് 4 മരങ്ങൾ, അത്തി, ഇത്തി, അരയാല്, പേരാല്, 4 കുരിശ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ 4 മരങ്ങളും വളരെ മഹനീയമായ ആയുർവേദ ഔഷധങ്ങളാണ്. ഈ 4 മരങ്ങളുടെ തൊലിയും ഇലകളും ചേർത്താൽ ഒരു അപൂർവ ഔഷധക്കൂട്ടാണ്. അതിനെ 40 പറയുന്നത്. പൗരാണിക കാലം മുതൽ കേരളത്തിലെ സ്ത്രീകള് പ്രസവത്തോടനുബന്ധിച്ച് 40 ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ ആയുർവേദ വിധിയിൽ വളരെ വിശിഷ്ടമായിരുന്നു. ഇനി അതൊരു പൂർണ്ണതയാണെന്നാണ് പറയുന്നത്. ഈ 4 ആലും കൂടെ വരുന്ന ഒരു വലിയ പൂർണ്ണതയാണ്. ആ പൂർണ്ണത വളരെ ദുർലഭമായിട്ടേ ഉണ്ടാകാറുള്ളൂ. ഈ 4 മരങ്ങൾ ഒരു പറമ്പിലുണ്ടായാൽ ആ കുടുംബത്തിന് മുഴുവൻ വലിയ ഐശ്വര്യമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 4 മരം കൂടെ ഞാൻ ഒരു ചുവട്ടിൽ ഈ വെല്ലിച്ചമലയിൽ വളർത്താവുന്ന നോക്കട്ടെ. അങ്ങനെയാണ് ഈ 4 മരങ്ങളും 4 വലിയ ചട്ടിയിൽ പറിച്ചെടുത്ത് 4 കൂടിന്റെ അകത്ത് വളയിട്ട് കൊടുത്ത് ചുവട് പിടിപ്പിച്ച് വളർത്തി ഇത് 4 കൊണ്ടുവന്ന് ഇതിന്റെ ചുവട്ടിൽ ഈ കുരിശിന്റെ തറയിൽ വെച്ചത്. അച്ഛാ, ഈ പള്ളിയുടെ കൺസ്ട്രക്ഷന് പഴമ തോന്നുന്നുണ്ടല്ലോ. ഇത് വെല്ലിച്ചമലയിലെ 2 ദേവാലയങ്ങളില് ഒരു ദേവാലയമാണിത്. ഇത് ആദ്യം ഇവിടെ സ്ഥാപിച്ച ഒരു ദേവാലയമാണ്. നമുക്കറിയാം, ഇതിന്റെ പുറമെയൊക്കെ നോക്കുമ്പോൾ, മുഖവാരത്തിലേക്കൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പഴമയുണ്ട്. അതിന് കാരണം 1948 ഇപ്പോൾ അരുവിത്തറയിലുള്ള ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. അതിനു മുമ്പ് അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിന്റെ മുഖവാരമാണ് നമുക്കിവിടെ ഈ ദേവാലയത്തിലൂടെ കാണാൻ പറ്റുന്നത്. അരുവിത്തറയിലെ ഭക്തജനങ്ങളെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പള്ളിയാണ് അരുവിത്തറ പള്ളി. ഈ പഴയ പള്ളി, വലിയ പള്ളി നമ്മൾ പണിതു 52 വെഞ്ചരിച്ചു. ഗംഭീരം ദേവാലയമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും മനോഹര ദേവാലയങ്ങളിലൊന്നാണ്. പക്ഷെ ആ പഴയ അരുവിത്തറ പള്ളിയാണ് ഇന്ന് അരുവിത്തറക്കാരുടെ എല്ലാം മനസ്സിലിരിക്കുന്നത്. അതെപ്പോഴും മനസ്സിലാകുമായിരുന്നു. അപ്പൊ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ അതിന്റെ രൂപത്തിൽ ഒരു ചെറിയ അരുവിത്തറ പള്ളി ഉണ്ടാകണം. അപ്പോ നമ്മൾ മലമുകളിൽ ആദ്യം പണിത പള്ളി അതാ. 7 ദിവസം കൊണ്ട് നമ്മൾ പണിത പള്ളിയാ. ആ പള്ളി പഴയ അരുവിത്തറ പള്ളിയുടെ മുഖവാരത്തോട് ചേർത്ത് വെച്ചപ്പോ അത് മനോഹരമായ പഴയ അരുവിത്തറ പള്ളിയായിട്ട് മാറി. അവിടെ തോമാശ്ലീഹായുടെ തിരുശേഷിപ്പിന്റെ പള്ളിയായി. ഇത് തോമാശ്ലീഹായെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുവാനും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനുമാണ് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. മർത്താമറിയം പള്ളിയായിരുന്നുകൊണ്ട് മാതാവിന്റെ രൂപം മുന്നിൽ വെച്ചു. അതുതന്നെ, മാതാവിന്റെ നാമത്തിലായിരുന്നു, സ്വർഗാരോപിത മാതാവിന്റെ നാമത്തിലായിരുന്നു ആദ്യം ഈ അരുവിത്തറ ദേവാലയം സ്ഥാപിതമായി. അതുകൊണ്ട് തന്നെയാണ് മുഖവാരത്തിലെ മാതാവിന്റെ രൂപം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാം.
നമ്മൾ വെല്ലിച്ചൻ മലയുടെ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. വെല്ലിച്ചൻ മലയുടെ ഏറ്റവും വലിയ ആകർഷണീയതയായ കുരിശാണ്, 107 അടി ഉയരമുള്ള കുരിശാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഇത് ഈ ദേശത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ കുരിശ് കാണാം. കാരണം എന്താ, 107 അടി ഉയരമാണ് ഈ കോൺക്രീറ്റ് കുരിശിന്റെ ഉയരം. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കുരിശ് എന്ന് നമുക്ക് അവകാശപ്പെടാം. ഇവിടെ ഈ കുരിശിനോട് ചേർന്നാണ് നമുക്ക് മനോഹരമായൊരു ദേവാലയമുണ്ട്. ഇത് പള്ളിക്കകത്തുനിന്നാണോ? ഇത് സ്ഥാപിതമായിരിക്കുന്നത് പള്ളിയുടെ അടിവശത്ത് ഈശോയുടെ ഒരു കല്ലറയുണ്ട്. ആ കല്ലറയുടെ സൈഡിൽ നിന്നാണ് ഈ കുരിശ് മുകളിലേക്ക് പണിത് ഉയർത്തിയിരിക്കുന്നത്. ദേവാലയത്തിനുള്ളിലാണ് ഈ കുരിശ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. വളരെ നാച്ചുറലായ രീതിയിൽ ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നു. ഈ ദേവാലയത്തിൽ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അച്ഛത് നമ്മള് പള്ളിയുടെ മുകളിൽ കാണുന്ന കുരിശിന്റെ ഫൗണ്ടേഷൻ ആണോ ഇവിടെ? വെല്ലിച്ചമ്പല പള്ളി, ഇത് പള്ളിയുടെ മുകളില് 107 അടി ഉയരമുള്ള കുരിശിന്റെ മുകൾ ഭാഗമാണ് ഇതിന് മുകളിൽ നമ്മൾ കാണുന്നത്. അതിന്റെ മധ്യഭാഗത്തിന് താഴ്വശമായിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. ഇതിന്റെ താഴ്വശം കല്ലറയുണ്ട്, ഈശോയുടെ കല്ലറയുണ്ട്. ആ കല്ലറയുടെ മുകളിലായിട്ട് നമ്മുടെ ബലിപീഠവും അതിനോട് ചേർന്ന് ഈ കുരിശും ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കരിങ്കല്ലും കൊണ്ടാണ്. ഇത് ഇവിടുന്ന് കിട്ടിയ കല്ല് തന്നെയാണ് ഇതെല്ലാം കളക്ട് ചെയ്ത് കാൽവരിയുടെ ഒരു അനുഭവം ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മനോഹരമായിട്ട് ഈ കല്ലുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വെല്ലിച്ചന്റെ രൂപം വെച്ചിട്ട് നമുക്കറിയാം, ഇത് അറിയപ്പെടുന്നത് വല്ലിച്ചൻ മല എന്നാണ്. നമുക്കറിയാം, എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. വിശുദ്ധ ഗീവർഗീസ് സഹദായെ അരുവിത്തറ ദേശവാസികളും സമീപ ദേശവാസികളൊക്കെ വിളിക്കുന്നത്, സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു പേര് വെല്ലിച്ചൻ എന്നാണ്. വലിയ അച്ഛൻ എന്നുള്ള രീതിയിലാണ്. ആ വെല്ലിച്ചനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ രൂപം നമ്മുടെ ഈ ദേവാലയത്തില് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 6:15 വിശുദ്ധ കുർബാനയുണ്ട്. തുടർന്ന് 7 മണിയോടുകൂടി വെല്ലിച്ചന്റെ നൊവേനയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എല്ലാ വെള്ളിയാഴ്ചയും കുരിശിന്റെ വഴി കയറി വരുന്നു. ഒരു വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ അരുവിത്തറ ദേവാലയത്തിൽ നിന്ന് ജപമാലയും തുടർന്ന് 5:20 മലയടിവാരത്ത് നിന്ന് മലമുകളിലേക്ക് കുരിശിന്റെ വഴിയും 6:15 വിശുദ്ധ കുർബാനയും തുടർന്ന് നൊവേനയുമാണ് ഇവിടുത്തെ ക്രമീകരണം. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നോമ്പുകാലം വളരെ സവിശേഷമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. കാരണം എല്ലാ ദിവസവും വലിയ നോമ്പിലെ 50 ദിവസവും ഇവിടെ കുരിശിന്റെ വഴി നടത്തുന്നു. ഏകദേശം 600-700 ആളുകൾ ഒരു ദിവസം ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും അത് 2000-3000 ആളുകൾ ഈ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച 1 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ വന്നുകൂടുന്നത്. രാവിലെ ഒരു 3 മണി മുതലൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്കൊക്കെ നേർച്ചക്കഞ്ഞി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കൊടുക്കുന്നു. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ എത്തി. വല്ലിച്ചൻ മലയുടെ ചങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് വെല്ലിച്ചൻ ഗ്രാമം. നമ്മൾ ഈ കാണുന്നത് വെല്ലിച്ചൻ ഗ്രാമത്തിലെ 20 ഭവനങ്ങളാണ്. അരുവിത്തറ ഇടവകയിലെ സ്ഥലമില്ലാത്ത, സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്ത കുടുംബങ്ങൾക്ക് അരുവിത്തറ ഇടവക പള്ളി നിർമ്മിച്ച് നൽകിയ ഭവനങ്ങളാണ് ഈ 20 വീടുകൾ. ഇവിടെ ഏകദേശം 73 അംഗങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഈ മലമുകളിലെത്തി എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് ലെലിയ പ്രാർത്ഥന ചൊല്ലുന്നു. അതോടൊപ്പം കുടുംബ കൂട്ടായ്മകൾ നടത്തുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ സഹകരിച്ച് കഴിയുന്നു. 7 വർഷക്കാലം ഇവർക്ക് ഇവിടെ സൗജന്യമായിട്ട് താമസിക്കുവാനുള്ള സൗകര്യം കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഈ വെല്ലിച്ചൻ ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ. അച്ഛാ, ഈ ക്രൈസ്റ്റിന്റെ കൈ മുകളിലോട്ട് വിരിച്ചു പിടിച്ചിട്ടുള്ള ഈ പടം നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. നിർണയ്, നമ്മൾ മലമുകളിൽ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഇവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷത്തില്
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് ഗിരിപ്രഭാഷണം, സുവിശേഷ ഭാഗ്യങ്ങൾ ഈശോ വിശദീകരിച്ചു കൊടുക്കുന്നത് മലമുകളിൽ വെച്ച ശിഷ്യന്മാരോട് ചേർന്ന്. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഗിരിപ്രഭാഷണം സൂചിതമായിരിക്കുന്ന ഈ ശിലയും അതോടൊപ്പം ഈ സ്ഥലങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ആളുകൾക്കൊക്കെ ഇവിടെ വന്നിരിക്കാം. ഒത്തിരിയേറെ തീർത്ഥാടകർ വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം ആ പഴയ അനുസ്മരണം മനസ്സിൽ കൊണ്ടുവന്ന് ഇവിടെ സന്തോഷത്തോടെ ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യ അക്ഷരം കുറിക്കുവാനുള്ള ഒരു കല്ലായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് പെന്തക്കുസ്താ നാളിലാണ് നമ്മൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. പലരും ഇവിടെ വന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു പീഠമായിട്ട് ഇതിനെ കാണുകയും ആളുകൾ എത്താറുണ്ട്. നമ്മൾ ഈ മലയിലെ പ്രസംഗത്തിന് എതിർവശത്തായിട്ട് കാണുന്ന ഭാഗം വല്യച്ഛൻ കാനനം എന്നറിയപ്പെടുന്നു. വിദേശങ്ങളിലുള്ള പലതരത്തിലുള്ള വൃക്ഷങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 150-ലധികം തരത്തിലുള്ള വൃക്ഷങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒലിവ് മരം വരെ ഈ കാനനത്തിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനെ ഒരു വീട് ഇവിടെ വെക്കാനുള്ള കാരണം എന്താണ്? ഇത് പൈതൃക ഭവനം എന്ന് അറിയപ്പെടുന്നു. കാരണം നമുക്കറിയാം, ഈ മധ്യ തിരുവിതാംകൂറില് തടികളിലാണ് പണ്ട് ഭവനങ്ങളൊക്കെ തീർത്തിരുന്നത്. മനോഹരമായ തേക്കിൻ തടി, ആഞ്ഞിലിത്തടി ഇതൊക്കെ ഉപയോഗിച്ചാണ് പണ്ട് വീടുകളൊക്കെ പണിതിരുന്നത്. ആ പഴമയുടെ പൈതൃകമൊന്ന് പുതിയ തലമുറയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ഒരു കെട്ടിടം ഇവിടെ പണിതിരിക്കുന്നത്. നമ്മുടെ ചെടനാട് ഇടവക്കാരനായ തയ്യിൽ സിബി എന്ന ഒരു വ്യക്തി ഈ വീട്, ഇതിന്റെ തടി മുഴുവൻ നമുക്കായിട്ട് സ്പോൺസർ ചെയ്തു. ഇവിടെ അച്ഛന്മാരൊക്കെ വന്ന് താമസിക്കാറുണ്ട്. അനേകർക്ക് മനോഹരമായ ഈ കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് നല്ല ദൃശ്യങ്ങൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. മനോഹരമായ കാലാവസ്ഥയും ഈ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ താമസിക്കാനായിട്ട് ഇത് കൊടുക്കാറുണ്ട്. വൈദികർക്കാണ് കൂടുതലായിട്ട് നമ്മളിവിടെ കൊടുക്കാറുള്ളത്. ഒത്തിരിയേറെ വൈദികർ ഇവിടെ വരികയും താമസിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വളരെ സുന്ദരമായ ഒരു കാലാവസ്ഥയും മനോഹരമായ കാഴ്ചകളും ഈ ഭവനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും പറ്റിയ ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. മറ്റ് ശല്യങ്ങളൊന്നുമില്ല. വളരെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഈ കെട്ടിടം നമുക്ക് സഹായകമാകും. ഇവിടെ ഇരുന്നാൽ ഈ ദേശമൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാം. പ്രത്യേകിച്ച് മഞ്ഞുള്ള അവസരങ്ങളിലൊക്കെ നിറഞ്ഞ മഞ്ഞ് ഇവിടെ കാണാനുണ്ട്. ചേട്ടാ, ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനൊരു കുരിശ് വെച്ചേക്കുന്നതിന്റെ കാരണം എന്താ? ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശെന്നറിയപ്പെടുന്ന 107 അടിയുള്ള കുരിശാണ്. അതിന്റെ ഫൗണ്ടേഷനാണിത്. ഇതിനടിയിലോട്ട് 20 അടി ആഴത്തില് കുഴിച്ച് അതിന്റെ ഫൗണ്ടേഷൻ അടുത്ത് കയറി വരുന്ന കുരിശ്. ഈ കുരിശിന്റെ ബാക്കി ഇനി താഴോട്ടുണ്ട്. താഴോട്ടത് 20 അടി താഴെ ഫൗണ്ടേഷൻ എടുത്ത് വന്നിരിക്കുന്നതാണ്. കുരിശിൽ മരിച്ച ഈശോയുടെ തിരുശരീരം കല്ലറയിലാണ് സംസ്കരിച്ചത് എന്നാണല്ലോ നമ്മൾ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ സുവിശേഷത്തിന്റെ ചിത്രം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കല്ലറ ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. ഈ കല്ലറയുടെ മുകളിലാണ് മനോഹരമായ ബലിപീഠം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ജെറുസലേമില് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈശോയുടെ തിരുശരീരം അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ കല്ലറയുടെ ഏതാണ്ട് ഇതേ പ്രതീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കല്ലറയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അടിയിൽ ഒരു കല്ലറയുണ്ട്. ആ കല്ലറ ദുഃഖവെള്ളിയാഴ്ച മാത്രമേ നമ്മളിവിടെ തുറക്കാറുള്ളൂ. വിശ്വാസികൾ അവിടെ വന്ന് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. പഴയ നിയമത്തിലെ യോനാ പ്രവാചകനെയും
യോനാ പ്രവാചകനെ ഛർദിച്ച തിമിംഗലത്തെയും അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്ന വെള്ളിച്ചൻ മലയെക്കുറിച്ച് അറിഞ്ഞില്ലേ? കൂടുതൽ അനുഗ്രഹങ്ങൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. നന്ദി.